നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതാ ഞങ്ങളുടെ ബർത്ത്ഡേ ഗേൾ. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അമ്മേ, അലങ്കാരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ? അല്ല സത്യമേ, ആരാ ഈ സത്യ? അത് പപ്പിമോളുടെ കൂട്ടുകാരിയാ. അവളുടെയും ബർത്ത്ഡേ ഇന്ന് തന്നെയാ. ആണോ? ഇവർ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഇവിടെ വെച്ച് ഒന്നിച്ച് ആഘോഷിക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അത് കൊള്ളാലോ. കണ്ടില്ലേടി, സത്യാമ്മയ്ക്ക് ഈ ഹൃദയവിശാലത ഉണ്ടാവും. ഇവിടുത്തെ കുട്ടിയുടെ ബർത്ത്ഡേക്കൊപ്പം അവളുടെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേയും കൂടി ആഘോഷിക്കുന്നു. അതും ഒരേ പരിഗണനയില്. ഇതൊക്കെ കണ്ട് പഠിക്കണം മറ്റുള്ളവര്. ആഭിജാത്യം തറവാടിത്തം എന്നൊക്കെ പറഞ്ഞാലേ എന്താ ഇതാ. ഇതൊക്കെ കൊണ്ടാ സത്യാമ്മ എപ്പോഴും ആർക്കും തോൽപ്പിക്കാനാവാതെ നാടിന്റെ നായികയായിട്ട് നിൽക്കുന്നത്. സിംഹം എപ്പോഴും സിംഹം തന്നെയാ. സത്യം പറഞ്ഞ പപ്പിമോളുടെ ബർത്ത്ഡേ ഈ വർഷം വലിയ ആഘോഷമാക്കണ്ടെന്ന് കരുതിയിരുന്നതാണ്. എല്ലാ വർഷവും ആഘോഷിക്കുന്നതല്ലേ. ഇത്തവണ ഏതെങ്കിലും അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാനായിരുന്നു പ്ലാൻ. അപ്പോഴാ സത്യയുടെ ബർത്ത്ഡേ ഇന്നാണെന്ന് സത്യാമ്മ അറിഞ്ഞത്. എന്നാ പിന്നെ രണ്ടാളുടെയും ബർത്ത്ഡേ ഒന്നിച്ച് ആഘോഷിക്കാന്നങ്ങ് തീരുമാനിച്ചു. ആ കുട്ടിക്കും അതൊരു സന്തോഷമാവട്ടെ എന്ന്. അതാ സത്യാമ്മയുടെ മനസ്സ്. എന്താ സത്യമേ? ഇവൻ രോഹിതന്നെ കളിയാക്കോണോടി? എവിടുന്ന്? സത്യാമ്മ സത്യയുടെ പേരൊഴിവാക്കാൻ പറഞ്ഞതൊന്നും ഇവിടെ വേറെർക്കും അറിയില്ലല്ലോ. പിന്നെ സത്യാമ്മയ്ക്ക് ചുളിവിൽ കുറച്ച് മൈലേജ് കിട്ടിക്കൂട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എനിക്കും തോന്നി അതങ്ങനെ തന്നെയല്ലേ. അതേന്ന്. പിന്നെ നിങ്ങൾക്ക് വേറൊരു രഹസ്യം അറിയോ? ഫ്ലെക്സിലും ഡെക്കറേഷൻസിലും ഒക്കെ മാത്രമല്ല, ബർത്ത്ഡേ കേക്കിലും രണ്ടുപേരുടെയും പേര് ഒന്നിച്ചാ വെച്ചിരിക്കുന്നത്. ഇതും മൈലേജ് തന്നെയാ സത്യാമ്മേ. മോളെ, സത്യനെ വിളിച്ചു നോക്ക്. അവള് വന്നിട്ടില്ല നമുക്ക് ആഘോഷം തുടങ്ങാൻ പറ്റൂ. അച്ഛാ, ആ ഫോണിങ്ങതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.